വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോഹബ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജൂലൈ 2022 സെറ്റ് സുവോളജി ക്വസ്റ്റ്യൻ പേപ്പർ 22-73-5 കോഡ് എ. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഡൈഡിയോക്സി മെത്തേഡ് ഓഫ് ചെയിൻ ടെർമിനേഷൻ ഈസ് യൂസ്ഡ് ഇൻ. ഇപ്പൊ ഡൈഡിയോക്സി മെത്തേഡ് ഓഫ് ചെയിൻ ടെർമിനേഷൻ ഉപയോഗിക്കുന്നത് ഏത് മെത്തേഡാണ്? ഓപ്ഷൻ എ സാങ്കേഴ്സ് മെത്തേഡ് ഓഫ് DNA സീക്വൻസിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് അസോസിയേറ്റഡ് വിത്ത് സദേൺ ബ്ലോട്ടിംഗ്. സദേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ തന്നെ DNA എന്നറിയാം, പക്ഷെ ഇതിൽ കുറെ DNA കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കറക്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ഏതാണ്? ഓപ്ഷൻ സി, ട്രാൻസ്ഫർ ഓഫ് DNA ഫ്രാഗ്മെന്റ് ഫ്രം ജെൽ ടു നൈട്രോസെല്ലുലോസ് മെമ്പറൈൻ. ഇപ്പോൾ DNA ഫ്രാഗ്മെന്റ്സ് ജെല്ലിൽ നിന്ന് നൈട്രോസെല്ലുലോസ് മെമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് സദേൺ ബ്ലോട്ടിംഗ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ് അബൌട്ട് ഇന്റർനാഷണൽ ഹ്യൂമൻ ജീനോം പ്രോജക്ട്? ഏതാണ്? ഓപ്ഷൻ ബി. അടുത്തത്, ദ ഫോസ്ഫോലിപ്പിഡ് മെയിൻലി അസോസിയേറ്റഡ് വിത്ത് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ. ഏതാണ്? ഓപ്ഷൻ സി, ഫോസ്ഫോടൈഡൽ ഇനോസിറ്റോൾ 4,5-ബിസ്ഫോസ്ഫേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അക്കോർഡിംഗ് ടു മൈക്കിളിസ് മെന്റൻ ഇക്വേഷൻ Km വാല്യൂ ഡിനോട്ട്. Km വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ ഡി, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. അപ്പൊ Km വാല്യൂ ആണ് എന്ത്? സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. അടുത്തത്, റെപ്ലിക്കേഷൻ ഓഫ് DNA ടേക്ക് പ്ലേസ് ഡ്യൂറിങ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എസ് ഫേസിലാണ്. അടുത്തത്, സിനാപ്റ്റോണമൽ കോംപ്ലക്സ് ഫോർമേഷൻ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. അപ്പോൾ സിനാപ്റ്റോണമൽ കോംപ്ലക്സ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്? ഓപ്ഷൻ ബി, സൈഗോണിയമ. അടുത്തത്, ദ പെക്യുലർ കൈൻഡ് ഓഫ് ക്രോമസോം റീഡ്യൂപ്ലിക്കേഷൻ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ജോയിന്റ് ക്രോമസോം. ഇതെന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ഓപ്ഷൻ എ, എൻഡോമെട്രിയോസിസ്. അടുത്തത്, ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് എമോങ് ദ ഫോളോയിങ്. ഏതാണ്? ഓപ്ഷൻ സി, ഓൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ വോളിയം 3 ഓഫ് ബെർഗീസ് മാനുവൽ. അത് തെറ്റാണ്. അടുത്തത്, മാച്ച് ദ ഫോളോയിങ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആൽക്കലോയിഡ്, സ്റ്റീറോയിഡ്, സിട്രിക് ആസിഡ്, അസെറ്റോൺ. അപ്പൊ ഇതിൽ ഏതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്? സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ആസ്പെർഗില്ലസ് നൈഗർ, ഇത് കണക്റ്റഡ് ആവുന്നുണ്ട്. പിന്നെ ഏതാണ് അറിയാൻ പറ്റുന്നത്? അസെറ്റോൺ എന്ന് പറയുന്നത് ക്ലോസ്ട്രീഡിയം സ്പീഷീസ്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി വായിക്കുക ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ആൽക്കലോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ക്ലാവിസ് പെർപുറിയ. സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ റൈസോപ്പസ്. സിട്രിക് ആസിഡ് ആണ് ആസ്പെർഗില്ലസ് നൈഗർ. അസെറ്റോൺ ആണ് ക്ലോസ്ട്രീഡിയം സ്പീഷീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ റോൾ ഓഫ് ക്ലാസ് 2 MHC ജീൻ. ക്ലാസ് 2 MHC ജീനിന്റെ റോൾ എന്താണ്? ഓപ്ഷൻ ബി, ഇറ്റ് എൻകോഡ് ഗ്ലൈക്കോപ്രോട്ടീൻ എക്സ്പ്രസ് പ്രൈമർലി ഓൺ ആന്റിജൻ പ്രസന്റിംഗ് സെൽ. ഓക്കെ, അടുത്തത്, മാച്ച് ദ ഫോളോയിങ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്ലഗ്, ടെറ്റനസ്, ടൈഫോയിഡ്, സിഫിലിസ്. ഇതിൽ നമുക്ക് ടൈഫോയിഡ് അറിയാം, സാൽമോണില ടൈഫോയിഡ് ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ C2 ഉണ്ട്. ഇപ്പൊ C2 3 വന്നിട്ടുണ്ട്. പിന്നെ സിഫിലിസ്, ട്രൈപ്പോണിമ, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ D3 അത് സിയിലും വന്നിട്ടുണ്ട്, ബിയിലും വന്നിട്ടുണ്ട്. സോ പ്ലഗ് ഏതാണ്? യേഴ്സീനിയ പെസ്റ്റീസ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പ്ലഗ് ഉണ്ടാക്കുന്നത് യേഴ്സീനിയ പെസ്റ്റീസ്. അപ്പോ A4. അപ്പൊ ഏതാണ് A4 വന്നേക്കുന്നത്? ബി. സോ ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഞാൻ വായിക്കാം. പ്ലഗ് എന്ന് പറയുന്നത് യേഴ്സീനിയ പെസ്റ്റീസ്, ടെറ്റനസ് എന്ന് പറയുന്നത് ക്ലോസ്ട്രീഡിയം, ടൈഫോയിഡ് എന്ന് പറയുന്നത് സാൽമോണില സ്പീഷീസ്, സിഫിലിസ് ആണ് ട്രിപ്പോണിമ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ 6 എലിമെന്റ് ദാറ്റ് കൺട്രോൾ ട്രാൻസ്ക്രിപ്ഷൻ ബൈ ഇൻക്രീസിംഗ് ദ റേറ്റ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. ആൻഡ് ദാറ്റ് മേ പ്രസന്റ് ഇൻ ദ അപ്സ്ട്രീം ഓർ ഡൗൺ സ്ട്രീം ഓഫ് എ ജീൻ. ഒരു ജീനിന്റെ അപ്സ്ട്രീമിലോ ഡൗൺ സ്ട്രീമിലോ ഉണ്ടാവും. അതാരാണ്? പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ്. പക്ഷെ ഇവിടെ ചോദിച്ചേക്കുന്നത് ട്രാൻസ്ക്രിപ്ഷൻ റേറ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? എൻഹാൻസർ. ഓപ്ഷൻ എ, എൻഹാൻസേഴ്സ്. അടുത്തത്, പ്രിബ്നവ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രിബ്നവ് ബോക്സ് എന്ന് പറഞ്ഞാൽ അതിലെന്താണ്? ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. അതായത് പ്രിബ്നവ് ബോക്സ് എന്ന് പറയുന്നത് AT റിച്ച് ഇൻ നേച്ചർ ആണ് ആൻഡ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ പ്രൊക്യാരോട്ടിക് പ്രൊമോട്ടർ. പ്രൊക്യാരോട്ട് പ്രൊമോട്ടറിലാണ് ഈ പ്രിബ്നവ് ബോക്സ് ഉള്ളത്. അടുത്തത്, ദ കീ ഇവന്റ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഐ ഡ്യൂറിങ് എംബ്രിയോജെനിസിസ്. നമ്മൾ എംബ്രിയോജെനിസിന്റെ ഐ ഡെവലപ്മെന്റിൽ 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ളത്. ഒന്നാമത്തത് ഒപ്റ്റിക് വെസിക്കിളും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഹെഡ് എക്ടോഡോം ഉണ്ടായിരിക്കണം. സോ ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദ ഫിസിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ഒപ്റ്റിക്കൽ വെസിക്കിൾ ആൻഡ് സർഫസ് എക്ടോഡോം. എന്നാലും മാത്രമേ കറക്റ്റ് ആയിട്ട് നോർമൽ ഐ ഡെവലപ്മെന്റ് നടക്കുകയുള്ളൂ. ഓക്കെ.
സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത ടോപ്പിക്, അതായത് ഐ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ചാനലിലുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പ്രൈമറി egg membrane that help in species specific sperm egg recognition and binding. അത് സോണ പെലൂസിഡ ആണ്. ഓപ്ഷൻ എ സോണ പെലൂസിഡ. അടുത്തത്, in frog blastula the prospective notocaudal cells are derived from. എവിടെ നിന്നാണ്? ഓപ്ഷൻ സി dorsal side of great crescent. അടുത്തത്, seasonal back and forth movement of animals between their feeding and breeding ground is. ഏതാണ്? ഓപ്ഷൻ ഡി മൈഗ്രേഷൻ. അപ്പോൾ ഫീഡിങ്ങിനും ബ്രീഡിങ്ങിനും വേണ്ടി അനിമൽസ് മൂവ് ചെയ്യുന്നത് എപ്പോഴാണ്? മൈഗ്രേഷൻ. അതാണ് ഇതാണ് മൈഗ്രേഷൻ. അടുത്തത്, ദ ഫെറമൺ ദാറ്റ് കീപ് ദ മെംബ്രെയിൻ ഓഫ് എ കോളനി ഇൻ ദ അലേർട്ട്. മെമ്പേഴ്സിനെ അലേർട്ട് ആക്കി വെക്കുന്നത്, എന്തെങ്കിലും ഡേഞ്ചർ വരുമ്പോൾ അവിടെയുള്ള ആൾക്കാർ അലേർട്ട് ആക്കി വെക്കുന്നത് ഏത് ഫെറമൺ ആണ്? അപ്പോൾ അലേർട്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അലാം ഫെറമൺ. ഓക്കെ. അടുത്തത്, ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു യുറേ മില്ലർ എക്സ്പെരിമെന്റ്. ഏതാണ്? ഓപ്ഷൻ സി ആൻ ഓക്സിഡൈസിങ് എൻവയോൺമെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ. അതായത് ഓക്സിഡൈസിങ് അല്ല, അന്നത്തെ എൻവയോൺമെന്റ് റെഡ്യൂസിങ് ആയിരുന്നു. അപ്പോൾ റെഡ്യൂസിങ് എൻവയോൺമെന്റ് ആയിരിക്കണം. സോ ഓപ്ഷൻ സി തെറ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാർവിൻസ് ബുക്ക് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് വാസ് പബ്ലിഷ്ഡ് ഓൺ. എന്താണ്? ഓപ്ഷൻ സി 24 November 1859. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ഹെറിറ്റബിൾ വേരിയേഷൻ ഹാവ് ദെയർ ഒറിജിൻ ഇൻ ജേം സെൽസ് ആൻഡ് എ ന്യൂ ടൈപ്പ് ഓഫ് ഓർഗാനിസം അറൈസ് ഓൺലി ഫ്രം എ ചേഞ്ച്ഡ് ടൈപ്പ് ഓഫ് ജേം സെൽസ്. അപ്പോൾ ഈ ജേം സെൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും ഓഗസ്റ്റ് വെയ്സ്മാൻ ആണെന്ന്. അടുത്തത്, ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് റോങ് ഇൻ കണക്ഷൻ വിത്ത് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഏതാണ്? ഓപ്ഷൻ ബി ഇൻഡിവിജ്വൽ ഓഫ് ദ പോപ്പുലേഷൻ എക്സിബിറ്റ് നോൺ റാൻഡം മീറ്റിംഗ്, മ്യൂട്ടേഷൻ ആൻഡ് മൈഗ്രേഷൻ. അതായത് മ്യൂട്ടേഷനും നോൺ റാൻഡം മീറ്റിംഗ്, മൈഗ്രേഷൻ സംഭവിച്ചാൽ അവിടെ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം പോസിബിൾ അല്ലല്ലോ. സോ അത് തെറ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജെനറ്റിക്കലി ആൻഡ് ഫൈലോജെനറ്റിക്കലി അൺറിലേറ്റഡ് സ്പീഷീസ് ഓഫ് ഓർഗാനിസം അണ്ടർ ദ സെയിം എൻവയോൺമെന്റൽ കണ്ടീഷൻ ഇവോൾവ് ആൻഡ് അക്യൂർ സിമിലർ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്. അതായത് സിമിലർ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ആണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി കൺവേർജന്റ് എവല്യൂഷൻ. അടുത്തത്, ദ പ്രസൻസ് ആൻഡ് സക്സസ് ഓഫ് ഓർഗാനിസം ഡിപ്പെൻഡ് ഓൺ ദ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് കംപ്ലീറ്റ്നെസ് ഓഫ് എ കോംപ്ലെക്സ് ഓഫ് കണ്ടീഷൻ ആൻഡ് ദർ ആബ്സെൻസ് ഓർ അബണ്ടൻസ് ഈസ് കൺട്രോൾഡ് ബൈ ദ ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് ഡെഫിഷ്യൻസി ഓർ എക്സസീവ്നെസ് ഓഫ് വൺ ഓർ മോർ ഓഫ് സച്ച് കണ്ടീഷൻ. ഇതിനെയാണ് ഇറ്റ് ഈസ് ടേംഡ് ആസ് ഓപ്ഷൻ എ ഷെൽഫോർഡ് ലോ ഓഫ് ടോളറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിൽ ഏതൊക്കെ തന്നിട്ടുണ്ട്? നൈട്രജൻ ഫിക്സേഴ്സ്, മിനറലൈസേഷൻ, നൈട്രിഫൈങ് ബാക്ടീരിയ, ഡീനൈട്രിഫിക്കേഷൻ. ഇതിൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് നൈട്രജൻ ഫിക്സേഴ്സ് നോസ്റ്റോക്ക് ആണെന്ന് അറിയാം. സോ A3 രണ്ടെണ്ണം A3 വന്നിട്ടുണ്ട്. പിന്നെ ഏതാ നമുക്കറിയാവുന്നത്? നൈട്രിഫൈങ് ബാക്ടീരിയ, നൈട്രോസോമനാസ്. അപ്പോ C4. ഓക്കെ. അപ്പോൾ C4ഉം A3യും കിട്ടി. സോ ഇതാണ് ഓപ്ഷൻ സി ആണ്. ഞാൻ വായിക്കാം. നൈട്രജൻ ഫിക്സേഴ്സ് എന്ന് പറയുന്നത് നോസ്റ്റോക്ക് ആണ്. എന്താണ് മിനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് മിനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ? അമോണിഫൈങ് ബാക്ടീരിയ ആണ്. മിനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ അമോണിഫൈങ് ബാക്ടീരിയ ആണ്. നൈട്രിഫൈങ് ബാക്ടീരിയ ആണ് നൈട്രോസോമനാസ്. ഡീനൈട്രിഫിക്കേഷൻ ആണ് സ്യൂഡോമോനാസ്. ഓക്കെ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. മ്യൂച്വലിസം, കമൻസാലിസം, പ്രിഡേഷൻ, അമൻസാലിസം. അപ്പോൾ മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ രണ്ടുപേർക്ക് ഉപകാരം വന്നത്. അപ്പോൾ ഇതാണ് പോസിറ്റീവ്. അപ്പോൾ A4 ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ A4 വന്നേക്കുന്നത് രണ്ട് ഓപ്ഷൻസിൽ A4 വന്നിട്ടുണ്ട്. ഇനി കമൻസാലിസും ഉണ്ട്, പ്രിഡേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഒരാൾക്ക് ഉപകാരവും മറ്റാൾക്ക് ദോഷവുമാണ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആണെന്ന് അറിയാം. അപ്പോൾ C2 വരുന്ന ഏതാണ്? അപ്പൊ തന്നെ കിട്ടി ഓപ്ഷൻ ബി ആണെന്ന്. അപ്പൊ ഞാൻ വായിക്കാം. മ്യൂച്വലിസം എന്ന് പറയുന്നത് എന്താണ്? പ്ലസ്. കമൻസാലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കമൻസാലിസം ആണ് +0. പ്രിഡേഷൻ എന്ന് പറഞ്ഞാലോ? പ്രിഡേഷൻ ആണ് +- ആൻഡ് അമൻസാലിസം -0. അടുത്തത്, ദ പ്രോസസ് വിച്ച് ടേക്ക് പ്ലേസ് ഇൻ എ റസ്റ്റിംഗ് മെംബ്രെയിൻ. എന്താണ്? സോഡിയം. ഓപ്ഷൻ ബി സോഡിയം അയൺസ് ആർ ആക്റ്റീവ്ലി ട്രാൻസ്പോർട്ടഡ് ഔട്ട്വേർഡ് ആൻഡ് K+ അയൺ ഇൻവേർഡ് അക്രോസ് ദ മെംബ്രെയിൻ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോട്ട് എ ക്യാരക്ടർ ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ പ്രത്യേകത അവർക്ക് ടീക്കോയിക് ആസിഡ് ഉണ്ട്. അത് കറക്റ്റ് ആണ്. അവരുടെ പെപ്റ്റിഡോഗ്ലൈക്കൽ ലെയർ തിക്കാണെന്ന് പറയുന്നുണ്ട്.
പിന്നെ അടുത്തതിൽ തിന്ന എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്, തിന്നല്ല, തിക്കാണ് നമുക്കറിയാം. സോ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി. ദ ഔട്ടർ ലെയർ ഹാസ് ആൻ ഇന്നർ തിൻ പെപ്റ്റിഡോഗ്ലൈക്കൺ, മിഡിൽ ലിപ്പോപ്റ്റോറിൻ ആൻഡ് ആൻ ഔട്ടർ പെപ്റ്റിഡോഗ്ലൈക്കൺ. അത് തെറ്റാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ടു ഹൈലി ഇൻബ്രീഡ് സ്റ്റെയിൻ ഓഫ് ഗുയിനിയ പിഗ് വിത്ത് ബ്ലാക്ക് ഫർ ആൻഡ് അതർ വിത്ത് ഗ്രേ ഫർ വർ ക്രോസ്ഡ്. ദ റിസൾട്ടിംഗ് ഓഫ്സ്പ്രിംഗ് ഹാസ് ബ്ലാക്ക് ഫർ. അപ്പോൾ എന്തായിരിക്കുള്ളൂ ഇതിന്റെ ഔട്ട്കം ചോദിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. സോ അതിന്റെ ഇതെന്തായിരിക്കുള്ളൂ 3:1 ആയില്ലേ ഫിനോടൈപ്പിക് റേഷ്യോ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ, 3 ബ്ലാക്ക് ആൻഡ് 1 ഗ്രേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 1 gene 1 enzyme hypothesis was put forward by ആരാണ്? ഓപ്ഷൻ എ ജോർജ് ബീഡിൽ ആൻഡ് എഡ്വേർഡ് ടാറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. മൾട്ടി സെല്ലുലാർ ഡിപ്ലോയിഡ് ആൻഡ് ഹെട്രോട്രോഫിക് യൂക്കാരിയോട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് പാസ് ത്രൂ എ ബ്ലാസ്റ്റുല സ്റ്റേജ് ഇൻ ദെയർ എംബ്രിയോണിക് ഡെവലപ്മെന്റ്. ഏതാണ് ബ്ലാസ്റ്റുല സ്റ്റേജ് ഒക്കെ പോകുന്നത്? ഏത് കിങ്ഡം ആണ്? ഓപ്ഷൻ സി അനിമാലിയ. അടുത്തത് റാബ്ഡൈറ്റിഫോം ലാർവ ഇസ് ദ ലാർവൽ സ്റ്റേജ് ഓഫ്. ഏതാണ്? ഓപ്ഷൻ ഡി ആസ്കാരീസ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ റാബ്ഡൈറ്റിഫോം ലാർവ ഇറ്റ് ഇസ് ദ ലാർവൽ സ്റ്റേജ് ഓഫ് ആസ്കാരീസ്. അടുത്തത് ദ സ്പെഷ്യലൈസ്ഡ് എക്സ്ക്രീറ്ററി സെൽസ് ഓഫ് സെഫാലോകോഡേറ്റ് ഈസ്. ഏതാണ്? ഓപ്ഷൻ ബി സോളിനോസൈറ്റ്. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് അപ്പോസിഷൻ വിഷൻ ഈസ് ദ മോഡ് ഓഫ് വിഷൻ ബൈ. ഓപ്ഷൻ സി കോമ്പൗണ്ട് ഐസ്. അടുത്തത് അമീബ പ്രോട്ടിയസ് ഈസ് കംസ് അണ്ടർ ദ ഫൈലം. അമീബ പ്രോട്ടിയസ് ഒക്കെ ഇതിൽ വന്നത്? ഓപ്ഷൻ ഡി റൈസോപോഡ. അടുത്തത് അസൂഷൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ട്രാൻസ്ഫർ ഇലക്ട്രോൺ ത്രൂ സൈറ്റോക്രോം ആൻഡ് ഫൈനലി ടു മോളിക്കുലർ ഓക്സിജൻ. അത് കറക്റ്റ് ആണ്. റീസൺ ദ പമ്പിംഗ് ഓഫ് പ്രോട്ടോൺ ജനറേറ്റ് ആൻഡ് കറന്റ് ടു ജനറേറ്റ് ATP. ഓക്കെ, അപ്പൊ ഈ ഒരു റീസണും കറക്റ്റ് ആണ്. പക്ഷെ ഇത് നമുക്ക് കറക്റ്റ് തന്നിരിക്കുന്ന അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ ഓപ്ഷൻ ബി ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അടുത്ത ക്വസ്റ്റ്യൻ. maximum number of individual of a species that a particular environment can support indefinitely with its available resource. അതായത് നമുക്കറിയാലോ മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ദാറ്റ് എ പർട്ടിക്കുലർ environment can afford. ഏതാണ്? ക്യാരിയിങ് കപ്പാസിറ്റി. ഓപ്ഷൻ സി ക്യാരിയിങ് കപ്പാസിറ്റി. അടുത്തത് ആന്റിജനിക് ഡിറ്റർമിനൻസ് ഓൺ ദ സർഫസ് ഓഫ് ആന്റിജൻ ദാറ്റ് ആൻ ആന്റിബോഡി ക്യാൻ ഐഡന്റിഫൈ. ആന്റിബോഡിക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത് ആന്റിബോഡിയുടെ എന്താണ്? എപ്പിടോപ്പ് ആണ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഫസ്റ്റ് ഇമ്യൂണോഗ്ലോബുലിൻ മോളിക്യൂൾ പ്രൊഡ്യൂസ്ഡ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ. ഏതാണ്? IgM. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ വൈറ്റമിൻ പ്രിക്കഴ്സർ ഓഫ് കോഎൻസൈം A. ഏതാണ്? ഓപ്ഷൻ സി പാൻറ്റോതെറിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ ദ കൺവേർഷൻ ഓഫ് റുബുലോസ് 5-phosphate into cellulose 5-phosphate is done by the enzyme. ഓപ്ഷൻ ബി എപ്പിമറേസ്. അടുത്തത് ദ ഡിസീസ് കോൾഡ് മാക്രോസൈറ്റിക് അനീമിയ ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്. നമുക്കറിയാം ഫോളിക് ആസിഡ് കഴിക്കാതിരുന്നാൽ അമ്മമാരിൽ അനീമിയ ഉണ്ടാവുമെന്ന് കേട്ടിട്ടില്ല. അപ്പൊ അത് വേണമെങ്കിൽ കണക്ട് ചെയ്ത് ഓർത്താൽ. അപ്പൊ മാക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത് ഇതിന്റെ ഡെഫിഷ്യൻസിയാണ് ഫോളിക് ആസിഡ്. അടുത്തത് ടെറിഷറി സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ. നമുക്ക് പെട്ടെന്ന് പെപ്റ്റൈഡ് ബോണ്ട് ആണെന്ന് വിചാരിക്കാം, പക്ഷേ എല്ലാ ബോണ്ടും ഇതിൽ വരുന്നുണ്ട്. ഏതാണ്? ഓൾ ഓഫ് ദ എബോ. അതായത് പെപ്റ്റൈഡ് ബോണ്ട്, ഡൈസൾഫൈഡ് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ് അബൌട്ട് രാമചന്ദ്രൻ പ്ലോട്ട്. ഏതാണ്? ഓപ്ഷൻ സി വാല്യൂ ഓഫ് y ആൻഡ് f is 0 to 90 degree. അടുത്തത് ദ അമിനോ ആസിഡ് പ്രസന്റ് ഇൻ കാറ്റലിറ്റിക് സെന്റർ ഓഫ് ഗ്ലൂട്ടാത്തിയോണിൻ പെറോക്സിഡേസ് ആൻഡ് ഫോർമൈറ്റ് ഡിഹൈഡ്രോജീനേസ്. ഏതാണ്? ഓപ്ഷൻ ഡി സെലനോസിസ്റ്റീൻ. അടുത്തത് ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഓഫ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോസോമൽ ഡിസോർഡർ ആണെന്ന് അറിയാം. അത് റെസസീവ് ആണെന്നും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ബെറിബറി ഒക്കർ ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് തൈമീൻ. ഓപ്ഷൻ ബി തൈമീൻ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റെഡ്യൂസിങ് ഷുഗർ. റെഡ്യൂസിങ് ഷുഗർ അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് ട്രഹലോസ് അറിയാം, അതുകൂടാതെ സൂക്രോസും ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. അടുത്തത് സെൽ ടു സെൽ അഡീഷൻ മോളിക്യൂൾ ഏതാണ്? ടു സെൽ അഡീഷൻ മോളിക്യൂൾ ആണ് കാതറിൻ. ഓക്കെ, താങ്ക് യു.